ഹലോ ഗായ്സ്, കുറേ അതിലൊരു വാട്ടൈറ്റിനിടയൊക്കെ എടുത്തിട്ട് അപ്പം നമുക്കിന്ന് അതുകൊണ്ട് തുടങ്ങാം. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ജീരക വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു പുതിയ ശീലമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് ചായ കുടിച്ചു, പിന്നെ നൂൽപുട്ടും ഇഷ്ടവും പിന്നെ ഒരു കഷ്ണം പഴവും കഴിച്ചു കേട്ടോ രാവിലെ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഈ ബിസ്ക്കറ്റ് ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങളിതിന് എള്ള് ബിസ്ക്കറ്റ് എന്നൊക്കെയാണ് പറയുന്നത്, നിങ്ങളെന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു മൈസൂർ പാക്ക് ഇരിക്കണുള്ളത്. അപ്പോൾ അതും കൂടിയും കഴിച്ചു. ഫുൾ മധുരമാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, മീൻ വറുത്തത് എല്ലാം കൂടിയും കൂട്ടിയിട്ട് അതും അങ്ങോട്ട് കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചൂട് ചോറും മത്തിക്കറിയും. അതങ്ങോട്ട് കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് ഉച്ചയ്ക്ക്. അങ്ങനെ ഉച്ചത്തെ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. എന്തായാലും സാധനം സെറ്റായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അതങ്ങനെ കഴിച്ച് തീർത്തു. പിന്നെ രാവിലെ അപ്പുറത്തെ ഏട്ടൻ അമ്പലത്തിൽ പോയപ്പോൾ കൊണ്ടുവന്ന പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് കഴിച്ചു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെന്താണെന്നറിയില്ല, ഫുൾ മധുരമാണ്. പിന്നെ വൈകിട്ട് ചായയും ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പഴംപൊരിയും കഴിച്ചു. അതാണ് കേട്ടോ പഴംപൊരിക്ക് ഇത്രയും ഭംഗി, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ വൈകിട്ടത്തേക്ക് ചോറിനെ വീണ്ടും കഷ്ണം മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അത് വറുത്തതും മത്തിക്കറിയായിരുന്നു. വീണ്ടും ചൂട് ചോറും മത്തിക്കറിയും, ഓൾ ടൈം ഫേവറേറ്റ്. അങ്ങനെ ഒരുവിധം ഇന്നത്തെ ഫുഡിങ് അവസാനിച്ചു. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് തുടങ്ങി, വെള്ളം കുടിച്ച് തന്നെ അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ജീരക വെള്ളമാണ് എൻ്റെ പുതിയൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ അത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ഗുഡ്.